ഹലോ, ഐ ഡ്രൈവ് സേഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് മറ്റു ചില തിരക്കുകൾ കൊണ്ടാണ് ആ തിരക്ക് കുറച്ച് നാളും കൂടി തുടരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഒരു 2 മാസം കഴിഞ്ഞ് ഞാൻ റെഗുലറായിട്ട് ചെയ്യുകയുള്ളൂ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നാളെ മുതൽ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൻ്റെ പരിഷ്കാരങ്ങളെ പറ്റിയുള്ള ചർച്ചകളും വിവാദങ്ങളും ആണ്. പുതുതായി നടപ്പാക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി ആശങ്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും റോഡുകളിൽ ഉണ്ടാകുന്ന മരണങ്ങളും റോഡ് അപകടങ്ങളെപ്പറ്റിയും ആശങ്ക ഉള്ളവരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ 4000 ആളുകൾ റോഡ് അപകടത്തിൽ മരിക്കുന്നുണ്ട്. ഏകദേശം 45,000-നും 50,000-നും ഇടയ്ക്ക് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പത്രങ്ങളിൽ വാർത്തയാക്കിയാൽ എല്ലാ ദിവസവും 15 പേര് മരിക്കുന്ന ഒരു വാർത്ത പത്രത്തിൽ റെഗുലറായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നുള്ളൂ. നമ്മൾ എന്ന് പത്രം എടുത്താലും 2-3 റോഡ് മരണങ്ങൾ കാണാൻ പറ്റും. അതിൽ ഭൂരിപക്ഷവും ഒരു ആൾ 2 വീലറുകാരനായിരിക്കും. റോഡ് അപകടങ്ങളിൽ 93% നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം എന്നാണ് ഒരുവിധപ്പെട്ട എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള സംഘടനകളുടെ വിശദമായ പഠന റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു, ഒരു ദിവസം ഏതോ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹം ദിവ്യനാണ്, 100 ആളുകൾക്കാണ് ലൈസൻസ് കൊടുക്കുന്നത്. ശരിക്കും വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് നമ്മളെടുക്കുന്ന പ്രക്രിയ മിനിമം 40 മിനിറ്റ് കഴിവ് പരിശോധിക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ഞാൻ അതിനെപ്പറ്റി വിശദമായി പറയുന്നില്ല. പക്ഷേ എന്നാലും 40 മിനിറ്റ് എങ്കിലും ഒരാളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാൽ മാത്രമാണ് അയാൾ ആയുഷ്കാലം മുഴുവൻ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. മിനിമം 20 മിനിറ്റെങ്കിലും റോഡിലൂടെ അദ്ദേഹത്തെ വണ്ടി ഓടിപ്പിക്കണം. അങ്ങനെ വണ്ടി ഓടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ 3 പേർക്ക് ലൈസൻസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ 8 മണിക്കൂറിൽ വെറും 24 പേർക്ക് ലൈസൻസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ 100-ഉം 120-ഉം ആളുകൾക്ക് ചില മഹാന്മാരായ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ലൈസൻസ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആളുകൾ കൂടുതലാണ്, ഇവിടെ ഉദ്യോഗസ്ഥർ കുറവാണ്, ഗ്രൗണ്ടില്ല, അങ്ങനെയുള്ള കുറേ മുടന്ത ന്യായങ്ങളാണ് ഇതിനെതിരെ പറയുന്നത്. സത്യത്തിൽ നമ്മളുടെ പുതിയ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ ധീരമായ ഒരു നടപടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഇത് വർഷങ്ങളായുള്ള സജഷൻസാണ്. എഴുത്തു പരീക്ഷ മെച്ചപ്പെടുത്തണം, അതുപോലെ തന്നെ റോഡിലെ ടെസ്റ്റും മെച്ചപ്പെടുത്തണം എന്നുള്ളത്. നമ്മളുടെ സ്കില്ല് ആണ് നമ്മൾ റോഡിൽ പരിശോധിക്കുന്നത്, നമ്മളുടെ നോളേജാണ് നമ്മൾ ലേണേഴ്സ് ടെസ്റ്റിൽ പരിശോധിക്കുന്നത്. ഏറ്റവും എളുപ്പമായിട്ട് നമ്മൾ 100% അറിഞ്ഞിരിക്കേണ്ട 20 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിലേതെങ്കിലും 12 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ അയാളുടെ നോളജ് പൂർണ്ണമായി. അതായത് മറ്റ് പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട 8 ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ കൂടി അയാൾക്ക് പിന്നെ വണ്ടി ഓടിക്കാം. അത് വളരെ ഗുരുതരമായൊരവസ്ഥയാണ്. അറിവ് വളരെ പ്രാധാന്യമാണ്, സ്കില്ല് മാത്രം പോരാ, നമുക്ക് വണ്ടി ഓടിക്കാൻ നോളജും വേണം. ഇനി നോളേജ് എന്ന് പറയുന്നത്, സ്കില്ല് എന്ന് പറയുന്നത് റോഡിലൂടെ നേരെ വണ്ടി ഓടിക്കുക, ഒരു എച്ച് എടുക്കുക, മുമ്പോട്ട് വണ്ടി ഓടിക്കുക, പുറകോട്ട് വണ്ടി ഓടിക്കുക. ഈ കാലഘട്ടം എല്ലാം പണ്ടേ കഴിഞ്ഞു പോയി. കൃത്യമായി വാഹനം ഓടിക്കാൻ കഴിവില്ലാത്ത ആളുകൾ റോഡിൽ വാഹനം ഓടിച്ചുകൊണ്ടാകുന്ന അപകടങ്ങൾ ഭീകരമാണ്. അതിനെപ്പറ്റി പല രീതിയിലും നമ്മളുടെ മന്ത്രി ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ടായി. ഇതിന് എല്ലാവർക്കും അറിയാമെങ്കിലും ആരും മുന്നോട്ട് വരാൻ തയ്യാറല്ല. അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ ഞാൻ വളരെയധികം പ്രശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെതിരെ നിൽക്കുന്ന ആളുകളോട് നമുക്ക് സഹതാപവും പുച്ഛവുമാണ് തോന്നുന്നത്. ഇപ്പോൾ പറയുന്നത് ഗ്രൗണ്ടിൽ സ്ഥലമില്ല അല്ലെങ്കിൽ ഇതിനെ സജ്ജമാക്കിയിട്ടില്ല എന്നാണ്. ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്ന നിയമമാണ്. എന്തുകൊണ്ട് സജ്ജമാക്കിയിട്ടില്ല? ഉദ്യോഗസ്ഥർക്ക് താല്പര്യക്കുറവുണ്ടായിരിക്കാം, മേലുദ്യോഗസ്ഥർക്ക് താല്പര്യക്കുറവുണ്ടായിരിക്കാം. ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ഒരു അംബാസഡർ കാറിൻ്റെ മോഡലെടുത്ത് ആ മോഡലിൻ്റെ സ്കെയിലിൻ്റെ അതേ സൈസിൽ ഗ്രൗണ്ട് വരച്ചിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് ഇടുന്നതായിരിക്കും. അതായത് ആ വണ്ടിയുടെ ഇരുവശങ്ങളിലും എത്ര ഗ്യാപ്പുണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണലായിരിക്കും. പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കത് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്നത്തെ മലയാള മനോരമയുടെ ന്യൂസിൽ അവർ കാണിക്കുന്ന ഈ ടെസ്റ്റിനെതിരെ പറയുന്ന വാർത്തയിൽ അവർ കാണിക്കുന്ന വീഡിയോയിൽ വളരെ കുത്തനെയുള്ളൊരു കയറ്റത്തിലൂടെ കയറ്റി ഇറക്കുന്ന ഒരു കാറിൻ്റെ പടമാണ്. ശരിക്കും ഇതിലൊരു ചെറിയ കയറ്റമാണ് കാണിക്കുന്നത്. അതായത് 10 മീറ്റർ നീളത്തിൽ 1 മീറ്റർ ഹൈറ്റിലുള്ള ഒരു ചെറിയ സ്ലോപ്പാണ്. വളരെ ചെറിയ സ്ലോപ്പിലാണ് ഈ വണ്ടി കയറ്റേണ്ടത്. അവിടെ വണ്ടി നിർത്തി വണ്ടി എടുക്കണം. അത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇത് വളരെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാളെ കൊല്ലാൻ ലൈസൻസ് കൊടുക്കുന്നൊരു പ്രക്രിയയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ 300 ആണെങ്കിൽ റോഡ് അപകടങ്ങൾ 4000-4500 അതായത് ഒരു ദിവസം ഒരാൾ കൊല്ലപ്പെടുമ്പോൾ 15 പേരാണ് റോഡിൽ കൊല്ലപ്പെടുന്നത്. അത് ഒന്നെങ്കിൽ കൊലപാതകമാണ്,
അല്ലെങ്കിൽ ആത്മഹത്യയാണ്. പോലീസ് നിയമത്തിൽ പറയുന്ന പോലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ല റോഡുകളിൽ നടക്കുന്നത്. ഒന്നെങ്കിൽ അറിവില്ലായ്മയും അഹങ്കാരവും കൊണ്ടുണ്ടാകുന്ന ആത്മഹത്യ, അല്ലെങ്കിൽ ഇതേ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കൊലപാതകങ്ങൾ. ഒരു റോഡ് അപകടം പോലും ശാസ്ത്രീയമായി പഠിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. അറ്റ്ലീസ്റ്റ് നന്നായി വണ്ടി ഓടിക്കും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ദൗത്യമാണ് നമ്മളുടെ പുതിയ ഗതാഗത മന്ത്രി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. പുതിയ ടെസ്റ്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമസ്കാരം. നടക്കുമോ എന്നുറപ്പില്ലാത്ത, നാളെ മുതൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അംബാസഡർ കാറിൻ്റെ അതേ പ്രൊപ്പോർഷനിലാണ് ഈ ഗ്രൗണ്ട് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വശങ്ങളിൽ കാണുന്ന അതേ അളവുകളായിരിക്കും നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഇതിൽ എ മുതൽ ജെ വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. FG എന്നീ അക്ഷരങ്ങൾ റൗണ്ടിൽ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ എ മുതൽ ജെ വരെയുള്ള FG ഒഴിച്ചുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം പോയിൻ്റാണോ അവിടെ മാത്രമാണ് വാഹനം നിർത്താമുള്ളൂ. ഗ്രൗണ്ടിൽ ഈ പോയിൻ്റ് ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. നമ്മൾ ഈ ടെസ്റ്റിൽ പരിശോധിക്കുന്നത് ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, റിവേഴ്സിംഗ് ടെസ്റ്റ്, സിക്സാക് ഡ്രൈവിംഗ്, ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവയാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എ എന്ന പോയിന്റിൽ നിന്ന് വാഹനം മുന്നോട്ടെടുക്കുക, നേരെ വീൽ ചലിച്ചുകൊണ്ടേയിരിക്കണം, ബിയിൽ കൊണ്ടുവന്ന് നിർത്തുക. ബിയിൽ നിന്ന് വാഹനം റിവേഴ്സിലാണ് പോകുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മൂവ് ചെയ്ത സിയിലാണ് വാഹനം നിർത്താവുള്ളൂ. അതുവരെ ടയർ കറങ്ങിക്കൊണ്ടേയിരിക്കണം. ആ സമയത്ത് നമ്മളുടെ റിവേഴ്സ് സ്കില്ല് ആണ് പരിശോധിക്കുന്നത്. അപ്പോൾ കാണുന്നത് പോലെ ഇങ്ങനെ റിവേഴ്സ് എടുത്ത് കൃത്യമായി 90 ഡിഗ്രി തിരിച്ച് സിയിൽ കൊണ്ടുവന്ന് നിർത്തുക. അവിടെ നിന്ന് വാഹനം നേരെ മുന്നോട്ടെടുത്ത് ഡിയിൽ നിർത്തുക. ഡിയിൽ നിന്ന് വീണ്ടും ചിത്രത്തിൽ കാണുന്നത് പോലെ റിവേഴ്സ് എടുത്ത് നേരെ ഇയിൽ കൊണ്ടുവന്ന് നിർത്തുക. ഇയിൽ നിന്ന് പുറപ്പെട്ടാൽ സിക്സാക് ഡ്രൈവിംഗ് ആണ്. ഇതിൽ കാണുന്നത് പോലെ എങ്ങും മുട്ടാതെ സിക്സാഗായി വാഹനം ഓടിച്ച് എച്ചിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തണം. അതുവരെ വാഹനം നിൽക്കാൻ പാടില്ല. ഇനിയാണ് കഠിനമായ ടെസ്റ്റ്. റിവേഴ്സ് എടുത്ത് പാരലൽ പാർക്ക് ചെയ്യുക, നേരെ ഒറ്റയടിക്ക് ചെയ്യണം. അവിടുന്ന് ഫോർവേഡ് എടുത്ത് നേരെ ജെയിൽ കൊണ്ടുവന്ന് നിർത്തുക. അത് ഗ്രേഡിയൻ ടെസ്റ്റാണ്. അവിടെ ചെറിയ ഗ്രേഡിയൻ്റ് ഉണ്ട്. അവിടുന്ന് വാഹനം ഒട്ടും പുറകോട്ട് പോകാതെ തന്നെ മുന്നോട്ടെടുത്ത് വീണ്ടും ബിയിൽ കൊണ്ടുവന്ന് നിർത്തുക. ബിയിൽ നിന്ന് റിവേഴ്സ് എടുത്ത് എയിൽ ആംഗുലർ പാർക്കിംഗ് ചെയ്ത് എയിൽ അവസാനിപ്പിക്കുക. ഇതാണ് ഈ ടെസ്റ്റ്. ഇനി ഈ പോയിൻ്റുകൾ, എയിൽ നിന്ന് പുറപ്പെട്ടാൽ നേരെ ബി, ബിയിൽ നിന്ന് പുറപ്പെട്ടാൽ നേരെ സി, അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഡി, ഡിയിൽ നിന്ന് പുറപ്പെട്ടാൽ ഇ, ഇയിൽ നിന്ന് നേരെ എങ്ങും തട്ടാതെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നേരെ എച്ച്, അതുവരെ വാഹനം ചലിച്ചുകൊണ്ടേയിരിക്കണം. അവിടുന്ന് റിവേഴ്സ് എടുത്ത് ഐ, പാരലൽ പാർക്കിംഗ്, അവിടുന്ന് വീണ്ടും ജെ, ഗ്രേഡിയൻ, അതൊരു ചെറിയ കയറ്റമാണ്. അവിടുന്ന് നേരെ വീണ്ടും ബിയിലേക്ക് പോവുക, ഫോർവേഡ് എടുത്ത് അവിടുന്ന് റിവേഴ്സ് എടുത്ത് എയിൽ കൊണ്ടുവന്ന് ആംഗുലറായി പാർക്ക് ചെയ്യുക. ഈ ടെസ്റ്റുകളെല്ലാം അറിഞ്ഞൊരാൾക്കാണ് വണ്ടി ഓടിക്കുവാൻ അർഹതയുള്ളൂ. ഇത് പണ്ടേ നടപ്പാക്കേണ്ട ഒരു നിയമമായിരുന്നു. ഇതാണ് നമ്മൾ ഈ കാണുന്ന ആംഗിൾ. വളരെ ചെറിയൊരു ആംഗിൾ മാത്രമാണ്. ചില മാധ്യമങ്ങൾ കാണുന്ന പോലെ കുത്തിനെ കയറ്റമൊന്നുമല്ല. അവിടുന്ന് വാഹനം എടുത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മുന്നോട്ട് ഓടിക്കുക. വണ്ടി അവിടെ നിർത്തി പുറകോട്ട് ഒരു കാരണവശാലും പോകാതെ എടുക്കുന്നതിൻ്റെ സ്കില്ല് വേണം. നമ്മൾ ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ഒരു പരീക്ഷണം നടത്തുവാൻ. ഇതിൽ 2 ചാലഞ്ച്, ഒന്ന് ഈ ഗ്രേഡിയൻ്റ് പാർക്കിങ്ങും അവിടുന്ന് ഗ്രേഡിയൻറ്റിൽ വണ്ടി നിർത്തിയെടുക്കുന്നതും, പിന്നെ പാരലൽ പാർക്കിംഗ് ആണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചേ സാധിക്കുകയുള്ളൂ.